الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن يعمل من الصالحات وهو مؤمن فلا كفران لسعيه وإنا له كاتبون ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയായിലെ 94-ാമത്തെ ആയത്താണ് നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വസന്തകാലമായ വിശുദ്ധ റമദാനിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുസ്ലിം ലോകം ഇന്നുള്ളത്. വളരെ അടുത്ത് നമ്മുടെ വെളിപ്പാടകലെ ഏകദേശം ഒരു 10-11 ദിവസങ്ങൾ മാത്രമാണ് ഇനി റമദാനിലേക്ക് ബാക്കിയുള്ളത്. സഹോദരങ്ങളെ, നമ്മിൽ എത്ര പേര് ആ റമദാനിനെ വരവേൽക്കാൻ ഉണ്ടാകും എന്നത് നമുക്കാർക്കും അറിയില്ല. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഇതേപോലെ ജീവിച്ച പലരും ഇന്ന് നമ്മുടെ നാട്ടിലില്ല, നമ്മളോടൊപ്പം ഇല്ല. ഏതായാലും വിശുദ്ധ റമദാനിനെ വരവേൽക്കാനും നന്നായി ഇബാദത്ത് ചെയ്യാനും റബ്ബിലേക്ക് അടുക്കാനും ഈമാൻ ശക്തിപ്പെടുത്താനും ധാരാളമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഏതൊരു കാര്യത്തിനും ഒരുങ്ങുക എന്നത് വളരെ പ്രധാനമാണ്. ഭൗതികമായ പല വിഷയങ്ങളിലും നമ്മൾ നേരത്തെ കാലത്തെ ഒരുങ്ങാറുണ്ട്. ഒരു ആലോചനയും പ്ലാനിങ്ങുമൊക്കെ തയ്യാറെടുപ്പുകളുമൊക്കെ നമ്മൾ നടത്താറുണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി ഏറെക്കുറെയൊക്കെ തന്നെ നടന്നു പോകുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഒരു റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന്റെ മാസമായിക്കൊണ്ടാണ് ശഅബാൻ മാസത്തെ
പണ്ഡിതന്മാരൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറഞ്ഞത്, ലമാ കാന ശഅബാൻ കൽ മുഖദ്ദിമത്തി ലിറമദാന ശുരിഅ ഫീഹി മാ യുശ്റഉ ഫീ റമദാൻ മിന സിയാമി വ ഖിറാഅത്തിൽ ഖുർആൻ ലിയഹ്സുല അത്തഅബുബു لتلقي رمضان وترتاض النفوس بذلك على طاعة الرحمن. ശഅബാൻ റമദാനിലുള്ള ഒരു മുഖവുര പോലെയാണ്. റമദാനിൽ നിയമമാക്കപ്പെട്ട നോമ്പ്, ഖുർആൻ പാരായണം തുടങ്ങിയ ഇബാദത്തുകൾ ശഅബാനിലും നിയമമാക്കപ്പെട്ടിരിക്കുന്നു. റമദാനിനെ വരവേൽക്കാനായുള്ള തയ്യാറെടുപ്പിലും മനസ്സുകൾ ആ ഇബാദത്തുകളാൽ റഹ്മാനായ റബ്ബിലേക്ക് പരിപൂർണമായി കീഴൊതുങ്ങാനും വേണ്ടിയാണ് ശഅബാൻ എന്ന ഒരു മാസം എന്ന് ചില പണ്ഡിതന്മാരൊക്കെ ഇമാം ഇബ്നു റജബ് അൽ ഹംബലിയെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല, മനുഷ്യരുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ മാസത്തിലാണ് എന്നും നമുക്ക് പ്രമാണങ്ങളിൽ ഇത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ ആരാധനാ നിരതനായിരുന്ന ഒരു മാസമാണ് ശഅബാൻ എന്ന് നമുക്ക് കാണാൻ പറ്റും. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസിൽ ആയിഷ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് ശഅബാനിലാണ്. ചില ഗ്രന്ഥങ്ങളിലെ കാണാൻ സഹാബിമാരൊക്കെ ശഅബാൻ മാസമായാൽ പിന്നീട് അവരുടെ ബിസിനസ്സുകളൊക്കെ നിർത്തിവെച്ച്, കച്ചവടമൊക്കെ നിർത്തിവെച്ച് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി ഇരിക്കാറുണ്ടായിരുന്നു എന്ന്. അപ്പൊ ശഅബാൻ റമദാനിലേക്കുള്ള ഒരു ഒരുക്കത്തിന്റെ മാസമാണ്. ഇവിടെ നമ്മളൊക്കെ ആ ഒരുക്കത്തിന് തയ്യാറായിട്ടുണ്ടോ, നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്താൻ കൂടിയാണ് ഞാൻ ആ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ആരൊക്കെയാണ് റമദാനിലേക്ക് എത്തുക എന്നത് നമുക്കറിയില്ല. അത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. അള്ളാഹു മുൻ വർഷങ്ങളെ പോലെ റമദാനിനെ മുഴുവനും ഐശ്വര്യപൂർണമായ ഇബാദത്തുകൾ ചെയ്യാനുള്ള സമയവും സന്ദർഭവുമാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റട്ടെ എന്ന് നമ്മൾ നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കുക. കാരണം ചില കാര്യങ്ങളൊക്കെ അള്ളാഹുവിങ്കൽ മാത്രം നിക്ഷിപ്തമായ ഇൽമുകളാണ്. ഖുർആന്റെ 31-ാമത്തെ അധ്യായം 34-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅത്തി വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലാഹ് പഠിപ്പിക്കുകയാണ്, നിശ്ചയമായും അല്ലാഹുവിന്റെ പക്കലാണ് അന്ത്യസമയത്തിന്റെ അറിവ്. എപ്പോഴാണ് മഴ പെയ്യുക എന്നുള്ളതും ആ അറിവും അല്ലാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. നമുക്ക് ചില സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് പറയാം. മാനത്തേക്ക് നോക്കി കാർമേഘം കാണുമ്പോൾ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എല്ലാവിധ ആധുനിക ടെക്നോളജികളും ഉപയോഗപ്പെടുത്തിയിട്ട് പോലും ഗവൺമെന്റ് പറയാറുള്ളത് എന്താ അറിയോ, പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നാണ്. അതിനിപ്പോ ടെക്നോളജിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പറയാം പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ അത് എപ്പോൾ പെയ്യും, എവിടെ പെയ്യും എന്നത് അള്ളാഹുവിന്റെ ഖദറാണ്. എത്ര പെയ്യണം എന്നുള്ളതും അള്ളാഹുവിന്റെ ഖദറാണ്. നമ്മൾ മഴ ആഗ്രഹിക്കുമ്പോ കിട്ടിക്കൊള്ളണമെന്നില്ല. അത്ര വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ അള്ളാഹുവിന്റെ പക്കലുള്ള ഇൽമാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅത്തി
അതേ പ്രകാരം ഗർഭത്തിലുള്ള ഒരു കുഞ്ഞിനെ കുറിച്ച് അതും അല്ലാഹുവിനെ അറിയൂ. നാളെ ഓരോരുത്തരും എന്താണ് പ്രവർത്തിക്കുക എന്നുള്ളതിനെ കുറിച്ചുമുള്ള അറിവ് ഒരാൾക്കും അല്ലാഹു അറിയിച്ചതില്ല. നമ്മൾ പലതും പ്ലാൻ ചെയ്യും. നാളെ വരാമെന്നേൽക്കും, അടുത്ത ആഴ്ച പോകാമെന്ന് നമ്മൾ തീരുമാനിക്കും. പക്ഷേ പോകാൻ കഴിഞ്ഞോണമെന്നില്ല. നമ്മൾ പറയാറുണ്ട്, മുമ്പ് അടുത്താഴ്ച നാട്ടിലേക്ക് വരാൻ വേണ്ടി നിന്നതായിരുന്നു. അപ്പൊ ഇതിലെന്തായെന്നറിയോ? മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ നാളെ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല. എവിടെ വെച്ചുകൊണ്ടാണ്, ഏത് ഭൂമിയിലാണ്, ഏത് നാട്ടിൽ വെച്ചുകൊണ്ടാണ് മരണപ്പെടുക എന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല. അത്തരം കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ പക്കലുള്ള ചില ഇൽമുകളാണ്, അറിവുകളാണ്. എന്നിട്ട് അല്ലാഹു പഠിപ്പിച്ചു, ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലാഹു സർവജ്ഞനും അതേ പ്രകാരം സൂക്ഷ്മജ്ഞനുമാണ്. നമ്മൾ ആഗ്രഹിക്കാം, അല്ലാഹുവേ റമദാൻ എന്റെ ജീവിതത്തിൽ ഇനിയും റമദാനുകൾ നൽകണം എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ആയുധമാണ്. ആ ആയുധം എല്ലാ സമയത്തും അവൻ എടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ, ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോ, കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലാകുമ്പോ എല്ലാവരും പ്രാർത്ഥിക്കും. പക്ഷെ ആ പ്രാർത്ഥന മാത്രം പോരാ. ഏത് സമയത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ നിലനിർത്തിക്കൊണ്ട്, അല്ലാഹുവേ എന്റെ ആയുസ്സും ആരോഗ്യവും എനിക്ക് നീ എപ്പോഴും നൽകണം. എന്തിനാണെന്നറിയോ? ഒരുപാട് കാലം ജീവിക്കാനല്ല സഹോദരങ്ങൾ. നമ്മുടെ ശരീരത്തിന് ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ അല്ലാഹു പഠിപ്പിച്ച രൂപത്തിലുള്ള ഇബാദത്തുകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. രോഗിയായ ഒരു മനുഷ്യന് ചിലപ്പോ നോമ്പെടുക്കാൻ കഴിയണമെന്നില്ല. ജമാഅത്തുകൾക്ക് പള്ളിയിൽ എത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരു നല്ല പരിപാടി ഉണ്ടാകുമ്പോൾ പങ്കെടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോ ആയുസ്സിനോടൊപ്പം ആരോഗ്യത്തിന് കൂടി വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് വരാനിരിക്കുന്ന റമദാനിനെ ഏറ്റവും ഫലവത്തായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കാം. അതിന് 3 കാര്യങ്ങളുണ്ട്. ഒന്നെന്താന്ന് വെച്ചാൽ, നമ്മളിലേക്ക് വരാനിരിക്കുന്ന റമദാനെ കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് റമദാനെ നമ്മൾ ആദരിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി റമദാനിനെ നമ്മളുടെ ജീവിതത്തിലെ ഒരു അനുഭൂതിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളും ശരിയായ രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച് അതിനനുസരിച്ച് മനസ്സിലാക്കി ആ റമദാന് ലക്ഷ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ജീർണതകളുടെ പുറന്തോടിനെ വലിച്ചെറിയാൻ നമുക്ക് സാധിക്കും. ധർമ്മത്തിന്റെ, സത്യത്തിന്റെ, നീതിയുടെ പാതയിൽ നമ്മുടെ ജീവിത നൗകയെ വഴിതിരിച്ചു വിടാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, റമദാൻ നമ്മൾ മനസ്സിലാക്കുമ്പോ, അറിയുമ്പോ നമുക്കറിയാം, എല്ലാവരും എല്ലാ നിലക്കുമുള്ള ശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മിനിറ്റ് നേരം ഒഴിവില്ല. വൈകുന്നേരമാകുമ്പോഴേക്ക് ക്ഷീണിച്ചു പോവുക. പള്ളികളൊക്കെ കാർപ്പറ്റ് മാറ്റലും, AC വെക്കലും, കേടുവന്ന ഫാനുകൾ മാറ്റലും, പെയിന്റടിക്കലുമായിട്ട് അങ്ങനെ പള്ളികൾ എല്ലാവരും തിരക്കിലാണ്. ഇതൊക്കെ ആവശ്യം തന്നെയാണ്. ഇതിനപ്പുറം ഉണ്ടാവേണ്ടതാണ് മനുഷ്യന്മാരുടെ മനസ്സ് നന്നാവുക എന്നുള്ളത്. പള്ളികളും വീടുകളുമൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കി കഴുകി ഫ്രഷാക്കി വെക്കുന്നതോടൊപ്പം മനുഷ്യരുടെ മനസ്സും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി അവിടെയുള്ള മാറാലകളെ തട്ടിമാറ്റി ശുദ്ധമാക്കി വെക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, അലാ വഇന്ന ഫീ ജസദി മുദ്ഗ, നിങ്ങൾ അറിയണം, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, ആ മാംസകഷ്ണം നന്നായാൽ ആ ശരീരം മുഴുവനും നന്നായി. എന്നിട്ട് പറഞ്ഞു, വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ആ മാംസകഷ്ണം കേടുവന്നാലോ ആ ശരീരം മുഴുവനും കേടുവന്നു. ഒരു ബിരിയാണി ചെമ്പാണ്, വെച്ചപ്പൊക്കെ നല്ല സാധനമാണ്, പക്ഷേ അതിലേക്ക് അല്പം വിഷം ചേർന്നാൽ ആ നല്ല ബിരിയാണി കേടാകുന്നത് പോലെ റസൂല പഠിപ്പിക്കാണ്, ശരീരം മൊത്തം 65-70 കിലോ, 85-90 കിലോ വരെയുള്ള, വേണമെങ്കിൽ കിൻഡൽ വരെ വെയിറ്റുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ശരീരത്തില് ഒരു മാംസക്കഷ്ണുണ്ട്. അത് നന്നായാൽ ആ ശരീരം മൊത്തം നന്നായി, ആ മനുഷ്യൻ മുഴുവൻ നന്നായി. അത് കേടുന്നാലോ ആ ശരീരം മൊത്തം കേടുവന്നു. അതൊരു വെറും ഒരു ശരീരമായിട്ട് എങ്ങനെ മാറും? എന്നിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു, ആ മാംസക്കഷ്ണമാണ് അലാ വഹിയൽ ഖൽബ്, അതവന്റെ ഹൃദയമാണ്. ഹൃദയമാണ്. അപ്പൊ ഹൃദയം നന്നാവണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ ആര് നന്നാക്കിയോ അവനാണ് വിജയിയായവൻ. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലീമസമാക്കിയവൻ പരാജിതനായി. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോ നമ്മുടെ ഹൃദയത്തെ നന്നാക്കാൻ, മനസ്സിനെ നന്നാക്കാൻ അള്ളാഹു ചില മാർഗങ്ങളൊക്കെ ഏർപ്പെടുത്താറുണ്ട്. അതിനാണ് നമുക്ക് ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങളൊക്കെ അള്ളാഹു നൽകുന്നത്. ആ ആരാധനകളും അനുഷ്ഠാനങ്ങളും ആത്മാവിനെ അനുഭൂതിയുടെ മഹാപ്രപഞ്ചത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു ഇരുമ്പിനെ പഴുപ്പിച്ച് കാച്ചി ശുദ്ധമാക്കുന്നത് പോലെ നമ്മുടെ മനസ്സകം ശുദ്ധമാകാൻ വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്ന ഇത്തരം ആരാധനകളും കർമ്മങ്ങളും ഒരു വിശ്വാസിക്ക് ഭാവി ജീവിതത്തിന് ഏറ്റവും മുതൽക്കൂട്ടായി മാറാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു പുതിയ ജീവിതത്തെ നിർമ്മിച്ചെടുക്കാനും കെട്ടിപ്പടുക്കാനുമുള്ള വഴിയും വെളിച്ചവും നൽകാനാകണം റമദാനിലെ ഓരോ രാപ്പകലുകളും ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവുന്ന സഹോദരങ്ങളെ. ഏറ്റവും നല്ല രീതിയിൽ തന്റെ ഹൃദയത്തിനൊരു ആത്മാവിന്, അതേപ്രകാരം ജീവിതത്തിന് ഒരു വെളിച്ചമായി മാറാൻ, ഒരു പുതിയ ജീവിതത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള അവസരങ്ങളിൽ ഒന്നാക്കി റമദാനിനെ മാറ്റണമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ അംബിയായിലെ 21-ാമത്തെ സൂറത്തിലെ 94-ാമത്തെ വചനം ആയത്ത് ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചു. അതിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്, ഫമയ്യഅമൽ മിനസ്സാലിഹാത്തി വഹുവ മുഅ്മിനുൻ ഫലാ കുഫ്റാന ലിസാനിഹി വഇന്നാ ലഹു കാതിബൂൻ. ആരെങ്കിലും അവൻ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽപ്പെട്ട വല്ലതും പ്രവർത്തിക്കുന്നതായാൽ അവന്റെ ആ പ്രവർത്തനം, അവന്റെ പരിശ്രമത്തോട് നന്ദികേട് കാണിക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല. അഥവാ എന്താണോ നമ്മൾ ചെയ്തത്, ആ ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകും. സത്യവിശ്വാസിയായിക്കൊണ്ട് ഒരാള് നന്മ ചെയ്താൽ ഒരിക്കലും അല്ലാഹു ആ വിശ്വാസിയോട് നന്ദികേട് കാണിക്കൂല. അല്ലെ? ഒരു അണുമണി തൂക്കം ഫമയ്യഅമൽ മിസ്കാന ദർറത്തിൻ ഖൈറൻ യറ, ഒരു അണുമണി തൂക്കം നന്മ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിന്റെ പ്രതിഫലം അവനോട് ലഭ്യമാകും. ഫമയ്യഅമൽ മിസ്കാന ദർറത്തിൻ ശർറൻ യറ, ഒരു അണുമണി തൂക്കം തിന്മയാണ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ അതും അവൻ കണ്ടേ അടങ്ങുകയുള്ളൂ. എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുന്നു, വഇന്നാ ലഹു കാതിബൂൻ. കാരണം എന്താണെന്നറിയുമോ? നിശ്ചയമായും നിങ്ങൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും വളരെ കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിന്റെ മലായികത്തുകൾ എഴുതി രേഖപ്പെടുത്തി വെക്കുന്നത് തന്നെയാണ്. ഇത് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മലക്ക് റെക്കോർഡാക്കി വെക്കുന്നുണ്ട്. ആ റെക്കോർഡുകളാണ് നാളെ പരലോകത്ത് നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞതുപോലെ
ووضع الكتاب فترى المجرمين مشفقين مما فيه يقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. വിശുദ്ധ ഖുർആൻ പറയുന്ന കിതാബ്, ആ ഗ്രന്ഥം, രേഖ, ഈ മലക്ക തയ്യാറൊക്കെ രേഖ ഉണ്ടല്ലോ, അത് നാളെ പരലോകത്തെത്തിയാൽ നമ്മുടെ കയ്യിലേക്ക് തെരുപറച്ചോ. എന്നിട്ട് പറയും കിതാബ്, നീ അത് വായിച്ചു നോക്ക്. നിന്റെ ഈ റെക്കോർഡ് വായിക്കാൻ വേറൊരാളുടെയും ആവശ്യമല്ല, നീ തന്നെ മതി. അവിടെ നമുക്ക് ഭാഷ അറിയാത്ത പ്രശ്നം ഉണ്ടാവില്ല. അല്ലാഹു പറയാണ് കിതാബ്, ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്ക്. ആ കിതാബ് കിതാബ് ഫതറൽ മുജ്രിമീന, കുറ്റം ചെയ്ത തിന്മകൾ പ്രവർത്തിച്ചു പോയ ആളുകൾ കാണുകയാണ്. ആ കാണുന്നവർ പറയുന്നു മാലിഹാദൽ കിതാബ്, ഇതെന്ത് ഗ്രന്ഥമാ, ഇതെന്തൊരു നാശപ്പെടുത്ത ഗ്രന്ഥമാ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതുമായ കാര്യങ്ങളൊന്നും റബ്ബിതിൽ എഴുതാതെ വിട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിലപിക്കുമെന്ന് വിശുദ്ധ ഖുർആനാ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട് വലാ യസ്ലിമു റബ്ബുക അഹദാ, നിങ്ങൾ റബ്ബ് ഒരാളോടും ഒരു അതിക്രമവും കാണിച്ചിട്ടില്ല. അതിക്രമങ്ങളൊക്കെ മനുഷ്യന്മാരുടെ അടുത്തുള്ളൂ. അല്ലാഹുവിന്റെ അടുത്ത് ഒരു അതിക്രമം ഉണ്ടാവില്ല. വളരെ കൃത്യമായ രീതിയിൽ ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ, ഒരു പോയിന്റ് മാറാതെ നമ്മുടെ നന്മകളും തിന്മകളും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആ ഒരു പരിലോകത്തെ ഭയന്നുകൊണ്ട് വിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമാകുമ്പോ മുൻ റമദാനിനേക്കാൾ ഞാൻ ഒരുപാട് മാറേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത്, റമദാൻ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മുടെ ആരാധനകളൊന്നും ഒരു പതിവ് ശൈലി എന്നതിലുപരി അതുപോലെയുള്ള ഒരു അതങ്ങനെ വരുന്നു പോകുന്നു എന്ന ആ ഒരു രീതിയല്ല വിശ്വാസികളായി നമുക്കുണ്ടാവേണ്ടത്. മറിച്ച് മർമ്മമറിഞ്ഞുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരായി നമ്മൾ മാറുക എന്നുള്ളതാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ പടിവാതിൽക്ക് എത്തി നിൽക്കുമ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ അടിയന്തരമായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതൊന്നെന്താന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, റമദാൻ നമ്മളിങ്ങനെ കാത്തിരിക്കണം. റമദാനായിട്ട് ഒന്ന് കിട്ടിയാൽ മതി. എന്തിനാ? ആ പുണ്യമാസം നമുക്ക് ധാരാളമായി നന്മകൾ ചെയ്യാനുള്ള സമയവും സന്ദർഭവുമാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാല്, മാപ്പിനും വിട്ടുവീഴ്ചക്കും സന്മനോഭാവത്തിനുമുള്ള സുവർണ സന്ദർഭമാണ് റമദാൻ എന്ന് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കി ആ വിഷയത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുപോകേണ്ടതുണ്ട്. സഹോദരങ്ങൾ, ഇനി ഒരു ആഴ്ചക്കാലമുണ്ട് നമ്മുടെ മുമ്പിൽ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് തീരുമാനമാക്കി സോൾവാക്കി നമ്മൾ മുന്നോട്ട് പോകണം. കാരണം എന്താ അറിയോ, റമദാൻ വന്നാൽ പിന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പിന്നെ അഫൂവിനെ, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, നീ എന്നിൽ നിന്ന് മാപ്പാക്കണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരവും യോഗ്യതയും ആദ്യം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ റമദാനിന്റെ മുന്നോടിയായിക്കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളൊക്കെ പല മേഖലകളിലും ബന്ധപ്പെടുന്നവരാണ്, പലരുമായും ഇടപാടുകളുള്ളവരാണ്. അതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആരോടെങ്കിലും മാനസികമായോ വാക്കാലോ പ്രവർത്തിയാലോ വല്ല പ്രയാസങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മളെ കാരണം കൊണ്ട് അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, അത്തരം ആളുകളോടൊക്കെ ഒന്ന് കണ്ട് ചെന്ന് പറഞ്ഞ്
ഒന്ന് സോളുവാക്കുകയാണെങ്കിൽ എന്ത് സുഖം ഉണ്ടാവും അറിയോ? മയ്യത്തിന്റെ കട്ടില് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിന്നിട്ട് മക്കളോ അല്ലെങ്കിൽ പള്ളിയിലെ ഇമാമോ പറയും നമുക്കൊക്കെ അതേപോലെ മരിച്ചു പോകേണ്ടതാണ്, അതുകൊണ്ട് ആർക്കെങ്കിലും വല്ല വാക്കിലോ പ്രയാസത്തിലോ അങ്ങനെ മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പരലോകം ഓർത്തുകൊണ്ട് നിങ്ങൾ മാപ്പ് കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അത് ആരാന്റെ മക്കള് പറയണതിന്റെ മുമ്പ് അവരാ ചെന്നിട്ട് അങ്ങനെ പറയാ സുഹൃത്തെ, അല്ലെങ്കിൽ കുടുംബക്കാരുണ്ടാവും ചെന്ന് പറയാ, ഇതാ നമ്മൾ തമ്മിൽ ഇങ്ങനെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് നമ്മളോട് പറഞ്ഞ് ഒന്നിങ്ങോട് താഴ്ന്നു കൊടുത്താൽ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളെ ഇസ്സത്ത് നഷ്ടപ്പെടുന്നില്ല, നമ്മുടെ ഇസ്സത്ത് വർദ്ധിക്കുള്ളൂ. അപ്പോ ആളുകളോട് എന്തെങ്കിലുമൊക്കെ മാപ്പാക്കാണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിൽ 199-ാമത്തെ ആയത്തില് അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്, നീ വിട്ടുവീഴ്ച സ്വീകരിക്കണം. അതിനാണ് പലപ്പോഴും ആളുകൾ കഴിയാത്തത്. ഇങ്ങോട്ട് വരട്ടെ, ഓനേക്കാൾ മൂത്തോനാണല്ലോ ഞാൻ, അല്ലേ? ഞാൻ അങ്ങോട്ട് പോകണ്ടല്ലോ, ഇങ്ങോട്ട് വരണ്ടോനാ എന്ന് പറഞ്ഞ ആ കിബറും പോലും കിടന്ന് മാറ്റി വെച്ചിട്ട് വിട്ടുവീഴ്ച മനസ്സിൽ സ്വീകരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വേണ്ട റസൂലിനോടാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് എന്ത് കിബറുണ്ടായത്, എന്ത് പോരാട്ട റസൂലൊക്കെ ഉണ്ടായത്? എന്നിട്ട് ആ റസൂലുള്ളാഹിനോട് അല്ലാഹ് പറഞ്ഞ നീ വിട്ടുവീഴ്ച കാണിക്കണം, നന്മ കൊണ്ട് കൽപ്പിക്കണം, ജാഹിലീങ്ങളിൽ നിന്ന് നീ വിട്ടു നിൽക്കുകയും ചെയ്യണം. റസൂലേ, പ്രവാചകൻ പറഞ്ഞു, യസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കണം, വലാ തുഅസ്സിറു, നിങ്ങൾ ഞെരുക്കമുണ്ടാക്കരുത്. അതേ പ്രകാരം വസക്കീനു, നിങ്ങൾ സമാധാനമുണ്ടാക്കണം, വലാ തുനഫിറു, നിങ്ങൾ ആളുകളെ വെറുപ്പിക്കരുത് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, റമളാനിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതേ പ്രകാരം തന്നെ രണ്ടാമത്തെ വിഷയം എന്താന്ന് ചോദിച്ചാല്, കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിച്ച് അനൈക്യത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ റമദാൻ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമാണ്. സഹോദരങ്ങളെ, റമദാനിൽ അതിനൊക്കെയുള്ള അവസരങ്ങളാക്കി നമ്മൾ മാറ്റുക. അതേ പ്രകാരം മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പാവങ്ങളെ കാണാനും നോക്കാനും എരിയുന്ന വയറിന്റെ നോവറിയാനും പറ്റിയ മറ്റൊരു മാസവും റമദാനിനെ പോലെ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആർക്കെങ്കിലും വല്ല പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളോ ഉണ്ട് എങ്കിൽ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്ന് അവരെ ഏറ്റെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. ഒരു 1500-2000 രൂപ ചെലവഴിച്ചാൽ അത്തരം ഒരു കുടുംബത്തിന് റമദാൻ മുഴുവനും സുഭിക്ഷമായിക്കൊണ്ട് നോമ്പടിക്കാനും അതേ പ്രകാരം അത്താഴി കഴിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കുടുംബവും കഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത്തരം ആളുകളെ കണ്ടെത്തി അവിടേക്ക് എന്താണോ ആവശ്യമുള്ളത് അതെത്തിക്കാനുള്ള ഒരു സാഹചര്യം നമ്മളുടെ ഉണ്ടാക്കണം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത നമുക്ക് സംസാരിക്കാം. ഒരു വെള്ളിയാഴ്ച കൂടെ മുമ്പ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൗദ്യമങ്ങളും പൂർത്തിയാക്കി തരുമാറാകട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സഹോദരങ്ങളെ, റമദാനിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം അഭിനന്ദ റമദാൻ എന്ന ഒരു പ്രോഗ്രാം ഈ വരുന്ന ചൊവ്വാഴ്ച നമ്മുടെ പള്ളിയിൽ വെച്ചിട്ട് മഗ്‌രിബ് നമസ്കാരം നടത്തുന്നുണ്ട്. നമ്മുടെ പാലക്കൽ പള്ളിയിലെ ഇമാമാണ് ക്ലാസ് എടുക്കുന്നത്. അതിന് കുടുംബസമേതം മഗ്‌രിബ് നമസ്കാരത്തിന് എല്ലാവരും ഈ പള്ളിയിൽ ചൊവ്വാഴ്ച എത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുമാറാവട്ടെ. റമദാനിനെ സ്വീകരിക്കാനും നന്നായി ഇബാദത്തുകൾ ചെയ്യാനും ഏറ്റവും നല്ല ഒരു മുഅ്മിനായി മുവഹിദായി മുസ്ലിമായിക്കൊണ്ട് മരണപ്പെട്ടു പോകാനുമുള്ള തൗഫീക്ക് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകള് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ എല്ലാവർക്കും പരിചയമുള്ള പണ്ട് കാലം മുതലേ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരുന്ന അഡ്വക്കേറ്റ് ഹബീബുർ റഹ്മാൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ
അംജദ് മദനിയെ പോലുള്ള ആളുകൾക്ക് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം എത്തിപ്പെടാനും നമ്മിലേക്ക് ഇറങ്ങി ദഅവ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുമുള്ള ആയുസ്സും ആരോഗ്യവും തൗഫീഖും നൽകുമാറാകട്ടെ. പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് തവഫനാ മഅൽ അബ്റാർ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجر والدينا من النار. ربنا هب لنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.